is a waterfall of windmills and rockets and empty baskets. In my heart is a waterfall. അപ്പോൾ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇതാ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. ഇന്ന് ചേട്ടൻ്റെ 5 വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടന് കൊടുത്ത ടീഷർട്ടാണ് ഇട്ടേക്കടെ. അതുകൊണ്ട് 5 ഭയങ്കര ഹാപ്പിയായിരുന്നു. 5 വിട്ടപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് താഴേക്ക് ഇറങ്ങട്ടെ. ഇവർ വരുന്നില്ല, 5 മാലുവിനും വരുന്നില്ല, അവരിവിടെ തന്നെ. അപ്പോൾ ഞങ്ങളിനി ലേറ്റ് ആക്കുന്നില്ല, വേഗത്തിൽ തന്നെ ഇറങ്ങണം. ബൈ 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 ബൈ. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മോടും സണ്ണി വീടിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ആൽവിൻ ദേ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്നതൊക്കെ. പിന്നെ ഇന്നത്തെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, ചേട്ടനായാലും എനിക്കായാലും. കാരണം ചേട്ടൻ്റെ ഇപ്പം എന്താന്നുള്ളതൊക്കെ നമ്മൾ എല്ലാം സ്കാനിങ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ. പിന്നെ എനിക്കായാലും കൈവേദനയ്ക്ക് ഡോക്ടർ എന്താ പറയാന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പം അങ്ങനെ പല പല ചിന്തകളിലാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അന്നമന്നട, പാലിശ്ശേരി, പോത്തുശ്ശേരി അതൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പം നമ്മൾ അത്താണിയിലെത്തി. അത്താണി അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ചേച്ചീനെ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എക്സാക്ട് റൂട്ടൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ചേച്ചി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ സിഗ്നൽ നമ്മുടെ ഗ്രീൻ ആവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നമ്മൾ. ഇന്ന് കാലാവസ്ഥ എന്തായാലും നല്ല കാലാവസ്ഥയാ. മഴ എയർപോർട്ടിലേക്ക് പോകുന്ന സ്ഥലമുണ്ട്. ആണോ? നമ്മുടെ എയർപോർട്ട് റോഡ് ലെഫ്റ്റ്. ഇവിടെ സിഗ്നൽ എത്തി. ഈ സിഗ്നലിന്റെ കാര്യം കോർത്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. 11 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിട്ടോ. ശരിക്കും 11 മണിക്ക് ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് അങ്ങനെ 11 മണിക്ക് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോ ചേട്ടന്റെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് 2:10-നാണ്. അവിടെ ചെന്ന് പിന്നെ അവര് നമ്മുടെ എന്താ പറയാ വെയിറ്റ് നോക്കും, BP നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാ ഡോക്ടറുടെ റൂമിലേക്ക് കടത്തി വിടുള്ളൂ. ഞങ്ങളങ്ങനെ അതേ ആലുവ റോഡിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു ട്രെയിൻ പോകുന്നത് കാണാം നമുക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ പോകേണ്ടതന്നെ. ഞങ്ങളുടെ ടിക്കറ്റ് റിട്ടേൺ എടുത്തിരിക്കുന്നത് 21-നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെയിനാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് ചേഞ്ച് വരുമോയെന്ന് അറിയില്ല. ചേഞ്ച് ചെയ്ത് ഫ്ലൈറ്റിനെ ആക്കുമോ എന്ന് തീരുമാനിച്ചില്ല. ഒരു ട്രെയിൻ പോയി, പക്ഷെ നമ്മളിപ്പോഴും റെയിൽവേ ക്രോസിങ്ങിൻ്റെ അവിടെ തന്നെ കിടക്കാണ്. അവരിതുവരെ നമ്മുടെ വേ ക്ലിയർ ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടുത്തും ചിലപ്പോൾ ഒരു ട്രെയിനും കൂടെ വരാനുണ്ടാവുമായിരിക്കും. ചെറുതായിട്ട് ഇതേ മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ ഗ്ലാസ്മൊക്കെ കണ്ടോ, ചെറുതായിട്ട് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇതേ അവിടെ നിന്ന് ഒരു ട്രെയിൻ ഇതിലേ പോകുന്നുണ്ട്. ഇത് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ ഒക്കെ എത്തുന്നത്. നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം, പണ്ട് മുതൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക്. അപ്പോൾ അല്ലാത്തവരോടായിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ അതും പോയി കഴിഞ്ഞു. ഇനി ഉണ്ടാവുക പോലും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കടന്നു പോവാം. ഇപ്പോൾ 2 ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ആലുവ കാലടി റോഡിലുണ്ടോ. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗി, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. ഇത് രസാ. അപ്പൊ ഞങ്ങളങ്ങനെ അതേ ഹോസ്പിറ്റൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ എങ്ങനെയാ, ടെൻഷൻ ഉണ്ടോ ഡോക്ടറെ കാണാൻ പോകുന്നതിന്? ഇത് 3ാമത്തെ പ്രാവശ്യം പോകുന്നത് നമുക്കറിയാമല്ലേ. 3ാമത്തെ പ്രാവശ്യമാണ്, അത് ശരിയാ. ഇപ്പൊ 3 വർഷങ്ങളായി ഞങ്ങള് എല്ലാ വർഷവും ചെക്കപ്പിന് പോവാറുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷം ഞങ്ങളോട് ബയോപ്സി ഒന്നും പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ബയോപ്സി പറഞ്ഞായിരുന്നു. അതായത് തൊണ്ടയിലുള്ള മുഴയ്ക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടാൽ അപ്പോൾ അവർ ബയോപ്സി ചെയ്യാൻ പറയും. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ വർഷം അങ്ങനെ
ബയോപ്സി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്രയും വേഗത്തിൽ പോരാം. അല്ലെങ്കിൽ പിന്നെ ബയോപ്സിക്ക് അവർ നമ്മളെ വേറെ ദിവസം വിളിപ്പിക്കും അങ്ങനെ. അപ്പോൾ അതേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗൂഗിൾ മാപ്പ് ചേച്ചി നമുക്ക് കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങളങ്ങനെ അതേ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ബോർഡൊക്കെ കാണാം. രാജഗിരി ഹോസ്പിറ്റൽ. നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിപ്പോയി. ഇനി അപ്പം എന്നെ ചേട്ടൻ്റെ ഇവിടെ ഇറക്കിയിട്ട് ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കട്ടോ. അപ്പം ഇപ്പം ഇവിടെ ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷമൊന്നും കണ്ടില്ലായിരുന്നു. ഈ വർഷമൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് വേറെ വണ്ടിയിൽ അവർ നമ്മളെ കൊണ്ടുവന്നാക്കും. അപ്പം അങ്ങനെ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് തന്നെ അവർ നോക്കുന്നത് BP കേട്ടോ. അപ്പോൾ ചേട്ടന് BP കുറച്ച് കൂടുതലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ BPയും പിന്നെ വെയിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടോ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൊടുത്ത് ഞങ്ങളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഡോക്ടറുടെ സമയം എന്ന് പറയുന്നത് 3:20 അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് കുറച്ച് സമയം എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്ന ആ ഒരു ഏരിയ ഉണ്ട്, സീനറി, അതൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കണം കേട്ടോ. നല്ല രസമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതൊക്കെ കാണാം. അപ്പം അതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ചാപ്പൽ കാണാം. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചാപ്പലുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കാണാമെന്നും പറഞ്ഞ് ഞങ്ങളിതേ അങ്ങോട്ടേക്ക് പോകണം. ഇതാണ് കേട്ടോ ചാപ്പലിൻ്റെ എൻട്രൻസ്. അപ്പം ഞങ്ങളിത് ആ പള്ളിക്കകത്ത് പോയി കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറത്തേക്ക് വന്നു. കാരണം ഇനി അടുത്തത് എനിക്കിനി എൻ്റെ ഡോക്ടറെ കാണാൻ പോകണം. പിന്നെ അപ്പോഴേക്കും ചേട്ടൻ്റെ ബ്ലഡ് ടെസ്റ്റുകളുടെയൊക്കെ റിസൾട്ട് കിട്ടും. അതിന് ശേഷം സ്കാനിങ്ങിനും പോകാനുണ്ട്. അപ്പോഴേക്കും ചേട്ടൻ്റെ സ്കാനിങ്ങിൻ്റെ ടൈമായി, നമ്പർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിരിക്കുകയാണ്. സെയിം ടൈമിൽ തന്നെ എനിക്കും എൻ്റെ ഡോക്ടറെ കാണാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് വേഗം പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചൊന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം ആ സമയത്തൊക്കെ ഞങ്ങൾ ബിസി ആയിരുന്നു, ഡോക്ടറെ കാണുന്ന ആ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നപ്പോഴേക്കും 4 മണി പലഹാരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ ചായയും വാങ്ങിച്ച് പിന്നെ 2-3 4 മണി പലഹാരം ഐറ്റംസൊക്കെ വാങ്ങി അതും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കണം കേട്ടോ. പിന്നെ ചോറുണ്ണാൻ പറ്റിയൊരു മൂഡിലല്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും പിന്നെ അവർ പറഞ്ഞു ഇന്നിനിപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റില്ല, നാളെ റിപ്പോർട്ടും റിസൾട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാൻ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നെക്സ്റ്റ് ഡേ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വരണം. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് നല്ലൊരു ടൈം അല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അവരെന്തെങ്കിലും നമ്മളോട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോഴേക്കും ഡോക്ടറൊക്കെ എണീറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പറ്റിയത് അങ്ങനെയാണ്. ഇപ്പം എന്തായാലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളുണ്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനത്തെ വണ്ടിയിൽ നമ്മൾ കയറി പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ അവർ നമ്മളെ കൊണ്ടുവന്നാക്കും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി നമ്മുടെ വണ്ടി കയറി ഇനി തിരിച്ചു പോകാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്നെങ്കിലും ചേട്ടൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒന്നും അറിയാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചു പോകണം. അപ്പം ഇന്നത്തെ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നാളെ പിന്നെ എളുപ്പത്തിൽ ഡോക്ടറെ കണ്ട് വേഗത്തിൽ തന്നെ പോകാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ 2 പേരും ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ചു പോരണം. ഡോക്ടറൊക്കെ കണ്ട് തിരിച്ചു പോരണമെന്ന് പറഞ്ഞാലും മുഴുവനായിട്ടും കണ്ടിട്ടില്ല. കാരണം ഫൈനൽ റിസൾട്ട് കാണിക്കാൻ പറ്റിയില്ല ഡോക്ടർ. ചേട്ടൻ്റെ ഡോക്ടർ എന്താ സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ എഴുതി തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി. പക്ഷെ റിസൾട്ട് കിട്ടി ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴേക്കും ഡോക്ടർ പോയായിരുന്നു. 4 മണിക്ക് ഡോക്ടർ എനിക്ക് പോകും. അപ്പോൾ അങ്ങനെ ഡോക്ടർ പോയി. അപ്പോൾ ഞങ്ങൾക്ക് 4:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാം കിട്ടിയത്. റിസൾട്ട് എല്ലാം കിട്ടുന്നത് തന്നെ 4:30 കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും എന്താ പറയുക രാജഗിരി ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ഒരു അഭിപ്രായമാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡോക്ടറായിട്ടുള്ള മീറ്റിംഗ് എടുക്കരുത്. രാവിലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ടൈമുണ്ട്. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടുള്ളത് എടുക്കുമ്പോൾ ഇങ്ങനെ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകൾക്കുമൊക്കെ എഴുതുമ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് വാങ്ങിച്ച് ഒക്കെ പോകുന്നു. ഡോക്ടറെ കാണാൻ വരുമ്പോഴേക്കും ഡോക്ടറൊക്കെ എണീറ്റ് പോയിട്ടുണ്ടാവും. ഇന്ന് ഡോക്ടറുടെ ടൈം 4 മണിക്ക് ഡോക്ടർ എണീറ്റ് പോകുന്നു പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി വന്നപ്പോഴേക്കും 4:45. അപ്പം അതുകൊണ്ട് രാവിലെ
കാണാതിരിക്കും കൂടുതൽ ബെറ്റർ. ഇങ്ങനെ അധികം ചെക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, ഐ മീൻ ടെസ്റ്റിന് ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ മെയിൻ പ്രശ്നം ഇപ്പോൾ നാളെ ഞങ്ങൾക്ക് വീണ്ടും വരണം. നാളെ രാവിലെ 9 മണിക്കാണ് ഞങ്ങൾ വിളിപ്പിച്ചേക്കണേ. നാളെ ഇപ്പോൾ വീണ്ടും രാജഗിരിയിലേക്ക് തന്നെ വരണം. ശരിക്കും പറഞ്ഞാൽ എത്ര സമയം നമുക്ക് വീട്ടിൽ നിന്ന്? 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂർ യാത്രയുണ്ട്. 1 മണിക്കൂർ യാത്ര. നാളെ രാവിലെ വീണ്ടും. വേറെ കുഴപ്പമൊന്നുമില്ല, വഴിയൊക്കെ ഓക്കെയാണ്. 1 മണിക്കൂർ ഇല്ല കേട്ടോ. 1 മണിക്കൂർ കഷ്ടി. ബ്ലോക്ക് വന്നെങ്കിൽ 1 മണിക്കൂർ വരുള്ളൂ, അല്ലേ പ്രശ്നമൊന്നുമില്ല. 3/4 മണിക്കൂറുണ്ടെങ്കിൽ എത്താം. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ എന്തായാലും ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ലിബിൻ തോമസ് എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഞാൻ കണ്ടത്. കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് ടെന്നീസ് എൽബോയാണ് എൻ്റെ പ്രോബ്ലം. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, എക്സസൈസൊക്കെ ചെയ്യുക. പിന്നെ അതൊക്കെ പലർക്കും പല സമയത്തും ഓരോ അസുഖങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഒരു അസുഖം ഒന്ന് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ അത് ചെയ്യുക. പിന്നെ കൈമ പുരട്ടാനൊക്കെയുള്ള മരുന്ന് തന്നിട്ടുണ്ട്, കഴിക്കാനുള്ള ഗുളിക തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുക. ഒരു 1 വീക്ക് 2 വീക്കൊക്കെ കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ വന്ന് എക്സ്റേ എടുക്കണം. അപ്പോൾ എക്സ്റേക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് കുറവില്ലെങ്കിൽ മാത്രം, കുറവുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ എന്തുകൊണ്ടാണ് വരണേ എന്ന് ചോദിച്ചാൽ ഡോക്ടറൊന്നും അതിന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. നമുക്ക് പലർക്ക് പല ബോഡിയിൽ പല പാർട്സിൽ വേദന വരും. ചിലപ്പോൾ ചിലർക്ക് തലവേദന, കൈവേദന, കാലുവേദന. അപ്പോൾ അങ്ങനെ ഒരു വേദനയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഹാപ്പി. എൻ്റെ കാര്യം ഓക്കെ, ചേട്ടൻ്റെ കാര്യം ഓക്കെ എന്ന് തോന്നുന്നു. എന്തായാലും അത് ഡോക്ടറുടെ വായെന്നും നമ്മൾ കേട്ടാലല്ലേ നമുക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ വീണ്ടും ഡോക്ടറെ കാണാൻ വരാം. അപ്പോൾ അതൊക്കെയാണ് ഡോക്ടറെ കണ്ടിട്ടുള്ള വിശേഷങ്ങൾ. ഭയങ്കര ട്രാഫിക് ജാം ആയേ. ട്രാഫിക്കിൽ പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ടൈമല്ലേ 4:30 അല്ല 5:30. ഇപ്പം നമ്മളെ ഗൂഗിൾ മാപ്പ് ചേച്ചി എന്താ ഏത് വഴി കൂടി കൊണ്ടുവരണേ? എതിരെയാണോ പോവാണ്? ആലുവ മൂന്നാർ റോഡ്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ വഴി കാണിച്ചിരിക്കുന്നത്. പക്ഷെ രാവിലെ വന്നപ്പോൾ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. എവിടെ ഇത്തിരി സമയം കിട്ടിയായിരുന്നു ട്രാഫിക്, എന്നാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങളങ്ങനെ ആലുവയിൽ വന്നിങ്ങനെ പെട്ട് കിടക്കാണ്. ഇവിടെയും ട്രാഫിക്കാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ എല്ലാം കൊണ്ടും പ്രശ്നമുള്ള ടൈമാണ്. രാവിലെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ സ്കൂൾ കുട്ടികളും വണ്ടികളും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ കുറച്ച് നേരം ഞങ്ങളിവിടെ വന്ന് കിടന്നത് ഇപ്പം ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആലുവ മാർക്കറ്റ് റോഡിലാണ്. ഇവിടെ നല്ല റഷാട്ടോ. ഇവിടെ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പെട്ടെന്നൊന്നും നീങ്ങാൻ പറ്റുന്നില്ല, നല്ല തിരക്കാണ്. ട്രാഫിക് കാണിക്കുന്നുണ്ട് നല്ല പോലെ തന്നെ. Just be ready to enjoy your night. Oh baby, it's right now. You don't wanna waste this time. അപ്പം അങ്ങനെ തിക്കിന്നും തിരക്കിന്നൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ വഴിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണേ. അത് വേണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ. She's out there, we don't care.